ഈ ടെക്നോളജി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ആർക്കും തടയാൻ പറ്റില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഓരോ കാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ ആ ടെക്നോളജിയോടൊപ്പം പോവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും വാച്ചിൽ സമയം നോക്കാറുണ്ടോ? ആരെങ്കിലും ടൈം പീസിൽ അലാം വെക്കാറുണ്ടോ? റേഡിയോ ഓൺ ചെയ്തിട്ട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ടോ? CD ഇട്ടിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ഒരു മൊബൈൽ ഫോണിൽ കിട്ടും അല്ലേ? നമ്മൾ ബാങ്കിൽ പോയിട്ട് ഇപ്പോൾ ചെക്ക് എഴുതിയിട്ട് പൈസ എടുക്കാറില്ല. എല്ലാം നമ്മൾ ത്രൂ മൊബൈൽ ഫോണാണ് ചെയ്യുന്നത്. അതാണ് ആ ടെക്നോളജി നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. നമ്മൾ അതിനോടൊപ്പം നമ്മളും കൂടെ ഡെവലപ്പ് ആവാനേ പറ്റുള്ളൂ. ഇപ്പോൾ മുമ്പ് ഈ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നത് മുമ്പ് അറിയാമല്ലോ, നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് ഫിലിം നോക്കിയിട്ട് അതിൻ്റെ ആവശ്യത്തിന് വെട്ടി ആ ഫിലിം ഒട്ടിച്ചിട്ടൊക്കെയാണ് എഡിറ്റിംഗ് ചെയ്തിരുന്നത്. പിന്നീട് അത് പോയി ഡിജിറ്റൽ വന്നപ്പോൾ ആ ഡിജിറ്റൽ എഡിറ്റിംഗ് പഠിക്കാത്ത എഡിറ്റേഴ്സിന് ജോലിയില്ലാതായി. അപ്പോൾ അത് പഠിക്കാൻ നോക്കി അവർ. അങ്ങനെ പഠിച്ചാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ OTT എന്ന് പറഞ്ഞാൽ ഓവർ ദി ടോപ്പ്, നമ്മൾ സിനിമകൾ നമുക്ക് നമ്മളെ തേടി നമ്മുടെ വീട്ടിലേക്ക് വരും. പണ്ട് നമ്മൾ സിനിമ കാണാൻ പണ്ടെന്നല്ല ഇപ്പോഴും നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്ന ഒരു രീതി മാറിയിട്ട് സിനിമ നമ്മളെ തേടി നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ അവിടെ നിന്ന് പൈസ അടച്ചാൽ മതി, നമുക്ക് സിനിമ കാണാം. അപ്പോൾ സിനിമകൾ കുറയുന്നില്ല. OTTയിലേക്ക് വേണ്ടിയിട്ടുള്ള വെബ് സീരീസ് ഉണ്ടാകുന്നു, സിനിമകൾ വേറെ ഉണ്ടാകുന്നു. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമകൾ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇപ്പോൾ 2018 എന്ന് പറയുന്ന സിനിമ എന്ത് OTT ഉണ്ടെങ്കിലും ആളുകൾ കാണാതിരുന്നോ? അതെ. തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള സിനിമ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ OTTയിൽ വരുന്ന സിനിമകൾ ചെറിയ കുട്ടികളെ കാണുന്നത് ഇയർഫോൺ വെച്ചിട്ട് മൊബൈലിലാണ്. അവർക്കത് മതി, അവരങ്ങനെ കണ്ട് ശീലിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്തരം സിനിമകൾ കൂടുതലുണ്ടാവും. അല്ലാതെ നമ്മൾ നാളെ മുതൽ OTTയിൽ കാണാൻ പാടില്ല, തിയേറ്ററിൽ തന്നെ കാണണം, അങ്ങനെ വാശി പിടിക്കാനൊന്നും പറ്റില്ല. ആളുകൾക്ക് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നമ്മൾ 4 പേരും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമ ഏറ്റവും അധികം ആളുകൾ കാണണേന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഓഫ് കോഴ്സ് അതിൻ്റെ റവന്യൂവിനെ പറ്റി അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡിലുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ഏറ്റവും കൂടുതൽ പണം അതിൽ നിന്ന് റിട്ടേൺസ് വരണമെന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മളുടെ ഒരു പെർഫോമൻസ് മാക്സിമം ആളുകൾ കാണുക, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അപ്പോൾ അതിന് സഹായകരമാവുന്നത് OTT ആണെങ്കിൽ അതും, തിയേറ്റർ ആണെങ്കിൽ അതും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. അത് ഞാനൊക്കെ സിനിമ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഒരു പടം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളം മുഴുവൻ നമ്മൾ അറിയണം. ഒരിക്കലും നടക്കില്ല. അന്നത്തെ കാലത്ത് തിയേറ്ററിൽ സെൻട്രി മാത്രം ഒരു 10-12 നമ്മളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഓടിയതിന് ശേഷം ഒരു 50 ദിവസം ഓടിയതിനു ശേഷം പിന്നെ ബിയിലേക്ക് പോയി, പിന്നെ സിയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 2 വർഷം കഴിയും. അപ്പോഴത്തേക്ക് നമ്മളെ ഗ്രാമത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ ദുൽഖറിൻ്റെ കൂടെ ഈ സല്യൂട്ട് അടക്കമുള്ള കുറച്ച് സിനിമകൾ വന്നപ്പോൾ OTTയിലേക്ക് മാറിയപ്പോൾ ഒരു നിമിഷം കൊണ്ട് അത് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ കന്നഡത്തിലും ഡബ് ചെയ്ത് നമ്മൾ അവിടെ അറിയപ്പെടുകയാണ്. മറ്റേത് ഒരിക്കലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അപ്പോൾ രണ്ടിൻ്റെതായ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സിദ്ദിഖിൻ്റെ അഭിപ്രായം തന്നെ എൻ്റെ അഭിപ്രായം. അതെ. ഓക്കെ നിഖില, ശരിക്കും ഈ OTT വന്നപ്പോഴത്തേക്കും, OTTയിലെ സിനിമകൾ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചെറിയ മലയാളത്തിൽ ഒതുങ്ങി നിന്നിരുന്ന പല നമ്മുടെ ക്രിയേഷൻസും പുറത്തുള്ള ആളുകൾ ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് തന്നെയല്ലേ? എന്താണ് അത്, ആ ഒരു വ്യത്യാസത്തെ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു ട്രെൻഡിനെ എങ്ങനെയാണ് നിഖില നോക്കിക്കാണുന്നത്? ഞാൻ OTT സിനിമയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം ചെയ്തിട്ടുള്ള സിനിമകളിൽ മധുരം OTT സിനിമയായിരുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധ്യതയും കൂടെ OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്നുള്ള വെബ് സീരീസുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഹിന്ദി വെബ് സീരീസുകൾ, ഇംഗ്ലീഷ് വെബ് സീരീസുകളൊക്കെ നമ്മൾ ഈ പറയുന്ന ബിഞ്ച് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വെബ് സീരീസ് പോലെയുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയുടെ സാധനങ്ങൾ കുറച്ചുകൂടെ എല്ലാവരെയും അറിയിക്കാൻ പറ്റും എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി മലയാളം എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പം ഇപ്പോൾ ഇവിടെ നിന്നുള്ള സിനിമകൾ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും സംസാരിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അതിന് ഒരു മെയിൻ ഫാക്ടർ OTT ആണ്. കാരണം മുന്നേ ഉണ്ടായിരുന്ന പോലെ VCD കാസറ്റും CDയും അതിൽ നിന്നൊക്കെ വന്നുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് അത്. സോ അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തിയേറ്ററിലേക്കുള്ള സിനിമകൾ, തിയേറ്ററിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകൾ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ 2018 കാര്യം പറഞ്ഞതുപോലെ അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ഒരുവിധം എല്ലാവരും ആ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട ആൾക്കാരാണ്. സോ തിയേറ്റർ വാച്ചിലുള്ള സിനിമകൾ അങ്ങനെ വന്ന ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ചെറിയ സിനിമകൾക്കുള്ള സാധ്യതയും കൂടിയാണ് OTT എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.